ദൈവത്തിന് മഹത്വം. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 10:34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാൺ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. ഞാൻ സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ സാധാരണ നിലയിൽ യേശുവിൻ്റെ വാക്കുകൾ പോലെയുള്ള ഒരു വാക്കല്ല ഇവിടെ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും. സാധാരണയായ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിനെക്കുറിച്ച് പറയുന്നവൻ സമാധാനത്തിൻ്റെ പ്രഭു എന്നുള്ളതാണ്. തിരുവചനത്തിൻ്റെ പ്രവചനങ്ങളും യേശുക്രിസ്തു ഈ ലോകത്തിൽ ഒരു സമാധാന പ്രഭു എന്നുള്ള നിലയിൽ ഈ ഭൂമിയിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പുവാനും അവരുടെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാനും ഒക്കെ യേശു കടന്നു വന്നു. യേശുവിന് മാനവരാശിയുടെ രക്ഷയ്ക്കായി കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ വാക്യങ്ങളിൽ നിന്നും ബൈബിളിലെ എല്ലാ ആശയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ വാക്യങ്ങൾ നമുക്ക് തോന്നിയേക്കാം. ഞാൻ ഈ ഭൂമിയിൽ സമാധാനം തരുവാൻ വന്നതല്ല, സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നത്. മറ്റൊരു വേദഭാഗത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ അവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 12:49 മുതൽ 53 വരെ ഉള്ള വാക്യങ്ങൾ. 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോഴോ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്. അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ചിത്രം വരുത്തുവാൻ അത്രേ വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും, ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മായിയമ്മ മരുമകളോടും, മരുമകൾ അമ്മായിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. നിങ്ങളിവിടെ നിന്ന് ശ്രദ്ധിക്കണേ, യേശു പിന്നെയും പറയുകയാണ്, ഞാൻ ഭൂമിയിൽ തീ ഇടുവാൻ വേണ്ടി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സമാധാനമല്ല, ഛിദ്രം വരുത്തുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ യേശു ആ ഭാഗത്ത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 3 പേര് 2 പേരോട് എതിർക്കും, 2 പേര് 3 പേരോട് എതിർക്കും. അപ്പനും മകനുമായി ചിത്രിക്കും, അമ്മയും മകളുമായി ചിത്രിക്കും, അമ്മായിമ്മയും മരുമകളുമായി ചിത്രിക്കും, മരുമകളും അമ്മായിമ്മയായി ചിത്രിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കൂ, യേശു ഇവിടെ സമാധാനമല്ല വരുത്താൻ വന്നിരിക്കുന്നത്, വാളാണ് വരുത്താൻ വന്നിരിക്കുന്നത്, ഛിദ്രമാണ് വരുത്താൻ വന്നിരിക്കുന്നത്. ഈ വേദഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യുക്തിവാദികൾ ചോദിക്കാറുണ്ട്, യേശു ഈ ഭൂമിയിൽ അതിനല്ലേ വന്നത് എന്ന്. ഇതിൻ്റെ അർത്ഥങ്ങൾ ശരിയായിട്ടുള്ള നിലയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. യേശുക്രിസ്തു ഒരു വിപ്ലവകാരിയായിരുന്നോ? നമുക്കറിയാം, ലോക ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അനവധി വിപ്ലവകാരികളെ നമുക്ക് കാണാൻ കഴിയുന്നു. കാറൽ മാക്സ് ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ഒരു സാമ്പത്തിക സമത്വത്തിന് വേണ്ടി നിന്നു എന്ന് നമുക്കറിയാം. അതേപോലെ മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല, ഇവരെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നു, ഓരോ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നവരായിരുന്നു, വിപ്ലവകാരികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു യേശു. യേശുവിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും അതേപോലെ നീതിയുടെയും സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിപ്ലവമായിരുന്നു യേശു സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. രക്തരഹിതമായ വിപ്ലവം, വാളെടുക്കാതെ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ടീച്ചിങ്ങുകളും യേശുവിൻ്റെ പ്രവൃത്തികളുമൊക്കെ യേശു എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിപ്ലവകാരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? യേശു ഇവിടെ ഛിദ്രം വരുത്താൻ പറഞ്ഞത്, യേശു ഒരു സമൂഹത്തെ വാർത്തെടുത്ത് മറ്റുള്ളവരെ തകർത്ത് കളയുക, ഭൂമിയിൽ തീയിട്ട് കളയുക എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഒരിക്കലുമല്ല. യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നിരീശ്വരവാദികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ വാദിക്കുന്നത് പോലെയല്ല ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ കുരിശെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ വരണം എന്നുള്ളതാണ്. ഒരു വ്യക്തി യേശുവിന് വേണ്ടി ഒരു വീട്ടിൽ തിരിയുമ്പോൾ മറ്റു വ്യക്തികൾ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയേക്കാം. ഒരാൾ യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താകാം. അമ്മായിമ്മ ചിലപ്പോൾ മരുമകളോട് എതിർത്തേക്കാം, മരുമകൾ അമ്മായിയമ്മയോട് എതിർത്തേക്കാം, അപ്പൻ മകനോട് എതിർത്തേക്കാം, അമ്മ മകളോട് എതിർത്തേക്കാം, അതേപോലെ അംഗങ്ങൾ തമ്മിൽ എതിർത്തേക്കാം. യേശുവിന് വേണ്ടി ഒരാൾ തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവർ എതിരായി മാറും എന്നതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്. ഇവിടെ യേശുക്രിസ്തു ഒരു വിപ്ലവകാരി എന്നുള്ള നിലയിൽ നാം പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. യേശു ഒരു വിപ്ലവകാരി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലെ എല്ലാ ഉച്ച നീചത്വങ്ങൾക്കെതിരെ യേശു നിന്നു എന്നുള്ളതാണ്. മനുഷ്യനെ അടിച്ചമർത്തുന്ന, മനുഷ്യനെ ഞെരുക്കിക്കളയുന്ന,
മനുഷ്യനെ ഉന്മൂലനാശനം ചെയ്യുന്ന എല്ലാവിധമായ സംഹിതകളോടും രീതികളോടും സമ്പ്രദായങ്ങളോടും യേശു എതിർത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ബലവാന്മാരെ ഫോക്കസ് ചെയ്യുമ്പോൾ യേശു ബലഹീനരെ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. സമ്പന്നന്മാരെ ഫോക്കസ് ചെയ്യുമ്പോൾ യേശു ദരിദ്രന്മാരെ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും എല്ലാം ഉള്ളവരെ ഫോക്കസ് ചെയ്യുമ്പോൾ യേശു എല്ലാം തള്ളപ്പെട്ടവരെ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും എല്ലാത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്നവരെ ഫോക്കസ് ചെയ്തപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞവരെ ഫോക്കസ് ചെയ്യുകയാണ്. രോഗികളെയും അടിമകളെയും എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ യേശു അവരെ ചേർത്ത് നിർത്തുവാൻ നോക്കുകയാണ്. ആലംബഹീനരെ യേശു ചേർത്ത് നിർത്തുവാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അധികാരത്തെയും ശക്തിയെയും കുറിച്ചുള്ള യേശുവിൻ്റെ നിർവചനം തന്നെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കേൾവിക്കാർക്ക് അത്ര സുഖം തോന്നിയിരുന്നില്ല. കർണരസമാകുമാറുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ സന്ദേശമായിരുന്നില്ല യേശുവിൻ്റേത്. കാരണം യേശു എപ്പോഴും തിന്മകൾക്കെതിരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആലയത്തിൽ ചെല്ലുമ്പോൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു പുറത്താക്കി. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അവിടെ സാധാരണക്കാർക്ക് പ്രാർത്ഥിക്കുവാനും യാഗങ്ങൾ അർപ്പിക്കുവാനും കഴിയുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് സാമ്പത്തിന് വേണ്ടി മാത്രം പൊൻവാണിഭം നടത്തുക, അതുപോലെ തന്നെ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുക, അങ്ങനെ സാധാരണക്കാർക്ക് യാഗം കഴിക്കുവാൻ കഴിയാത്തതിലപ്പുറം വില ഉയർത്തുക, ഇത്തരത്തിലുള്ള മണി എക്സ്ചേഞ്ച് വാണിഭവങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ യേശു അതിനെ എതിരെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അനവധി സംഭവങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ, യേശുവിൻ്റെ പഠിപ്പിക്കലിനോടുള്ള ബന്ധത്തിലും യേശുവിൻ്റെ അത്ഭുതങ്ങളോടുള്ള ബന്ധത്തിലും യേശു ക്രിസ്തു ഒരു വിപ്ലവകാരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്തിലെ എല്ലാവരും ആദ്യമുള്ളവരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവസാനമുള്ളവരെ ഫോക്കസ് ചെയ്യുന്നവരാണ് യേശു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, പിൻപന്മാരിൽ പലരും മുൻപന്മാരും ആയി മാറും, മുമ്പന്മാർ പലരും പിൻപന്മാരായി മാറുമെന്ന്. ലോകത്തിൻ്റെ രീതിയെല്ലാം ഒന്നാമത് നിൽക്കുന്നവർ ഒന്നാമത് പോകുമെന്ന് ആകുമ്പോൾ യേശുവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവസാനത്തവർ ആദ്യം വരുമെന്നുകൂടെ യേശു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ദേവാലയത്തിൽ ചെന്ന് ചുരുള് തുറന്ന് വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവെന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ. യേശു ജനിച്ച അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ദരിദ്രർക്ക് വലിയ സ്ഥാനമെന്നുള്ളൊരു സാഹചര്യമായിരുന്നില്ല യേശു ജീവിച്ചിരുന്നത്. ദരിദ്രരെ ഏറ്റവും ഒരു ശപിക്കപ്പെട്ടവരായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം. എല്ലാത്തിനും പരീശന്മാരും സദൂക്യന്മാരുമെല്ലാം ധനവാന്മാരാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർ, അവരാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ്, അവരാണ് ദൈവത്തോടു കൂടെ അടുത്ത് നിൽക്കുന്നവർ എന്ന് പഠിപ്പിച്ചപ്പോൾ യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ വന്നു എന്നുള്ളതാണ്. ഇവിടെ ദരിദ്രർ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല, സമൂഹത്തിൽ ആത്മീയമായി ആത്മീയമായി താൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒന്നുമില്ല, താനൊരു പാപിയാണെന്നുള്ള ബോധമുള്ളവരെയും കൂടെ ചേർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ യോഗ്യനല്ല, ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ, ദൈവത്തിൻ്റെ കരുണയോ ദൈവത്തിൻ്റെ സ്നേഹമോ ലഭിക്കുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല എന്നുള്ള ആത്മീയ ദാരിദ്ര്യം തോന്നുന്നവരെ കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. എല്ലാവരും സമ്പന്നന്മാരെ നോക്കുമ്പോൾ, എല്ലാവരും ടോപ്പിനെ നോക്കുമ്പോൾ, എല്ലാവരും ബലവാന്മാരെ നോക്കുമ്പോൾ യേശു പറയുകയാണ്, ദരിദ്രന്മാരോട്, ആരാണ് ബലഹീനനെന്ന് ആർക്ക് തോന്നുമോ അവരോട് പറയുവാനുള്ള സുവിശേഷമായിട്ടാണ് എന്നെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. യേശുവിൻ്റെ ദൗത്യം ഇവിടെ വളരെ കൃത്യമായി യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. രണ്ടാമതായി യേശു പറയുന്നത് ബദ്ധന്മാർക്കാണ് വിടുതൽ. എന്നാൽ അവിടെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 18 സംവത്സരം കൂനിയായിരുന്ന ഒരു സ്ത്രീ. യേശു അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളിൽ കണ്ടത്, അവളും ദൈവത്തിൻ്റെ മകളാണെന്നാണ് അവളെ കണ്ടത്. അതുകൊണ്ട് അവളുടെ കെട്ടുകളെ അഴിച്ച് അവളെ സ്വതന്ത്രമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുരുടന്മാർക്ക് കാഴ്ച. യേശു ഹൃദയത്തിൻ്റെ കണ്ണ് മാത്രമല്ല പ്രകാശിപ്പിച്ചത്, പുറമേയുള്ള മനുഷ്യൻ്റെ കണ്ണും പ്രകാശിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ ആത്മീയ മർമ്മങ്ങളെ കാണാൻ കഴിയാത്തവർക്ക് ദൈവീയ പ്രകാശത്താൽ കണ്ണുകളെ തുറന്ന് ദൈവത്തിൻ്റെ വഴികളെ കാണിക്കുന്ന യേശു ആ ആത്മീയ മണ്ഡലങ്ങളിലുള്ള കാഴ്ചയും അതുപോലെ ഭൗതിക ലോകത്തിലുള്ള മനുഷ്യന് കാണുവാനുള്ള കാഴ്ചയും തുറന്നു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവസാനം ആ ഭാഗത്ത് പറയുകയാണ്, പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും യേശു എതിരായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ
അടിച്ചമർത്തുന്ന എല്ലാ സിസ്റ്റങ്ങളോടും, മതപരമായ സിസ്റ്റമാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ സിസ്റ്റമാണെങ്കിലും സാമൂഹിക സിസ്റ്റമാണെങ്കിലും എല്ലാ സിസ്റ്റങ്ങൾക്കും എതിരായിരുന്നു. മനുഷ്യനെ പിടിച്ചമർത്തിക്കളയുന്ന, മനുഷ്യനെ ഞെരുക്കിക്കളയുന്ന, മനുഷ്യനെ തകർത്ത് കളയുന്ന എല്ലാ സിസ്റ്റങ്ങളോടും യേശു എതിരായിരുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇവിടെ പറയുന്നു, പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടി യേശു വന്നു എന്ന് ഇവിടെ പറയുന്നത്. നമ്മൾ യേശുവിനെ നോക്കുകയാണെങ്കിൽ യേശു ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തുണ്ടായിരുന്ന എല്ലാ സിസ്റ്റങ്ങളെയും യേശു വെല്ലുവിളിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നത്തുള്ള മതപരമായ സിസ്റ്റങ്ങളെയും അതേപോലെ തന്നെ മതപരമായ നേതൃത്വങ്ങൾ കാണിച്ചു കൂട്ടുന്ന ദൈവീയമില്ലാത്ത അല്ലെങ്കിൽ ആത്മീയമല്ലാത്ത എല്ലാ സാഹചര്യങ്ങളെയും യേശു വെല്ലുവിളിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. യേശു കുട്ടികളോട് കൂടെ നിന്നു, വിധവമാരോട് കൂടെ നിന്നു, ദരിദ്രരോട് കൂടെ നിന്നു, പീഡിപ്പിക്കപ്പെട്ടവരോട്, പുറംജാതികളോട് എല്ലാവരോടും കൂടെ നിന്നു. മനുഷ്യർ ചെറുത്തതും മനുഷ്യർ വെറുത്തതും മനുഷ്യർ ഉപേക്ഷിച്ചതുമായ വ്യക്തികളോടുകൂടെ യേശു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കണം, ചിലർ യേശുവിൻ്റെ അടുക്കൽ ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊണ്ടുവന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ തടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടുക്കരുത്, ഇവരുടേതാണ് സ്വർഗ്ഗരാജ്യമെന്ന് യേശു പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സമൂഹത്തിൽ യേശു ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സമൂഹമാണ്. ആ മനുഷ്യർ അവർക്ക് പ്രാധാന്യം കൊടുക്കാത്തപ്പോൾ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ അനുഗ്രഹിക്കുന്ന യേശുവിനെ, ഇവരുടേതാണ് സ്വർഗ്ഗരാജ്യം, നിങ്ങൾ തിരിഞ്ഞ് ഇവരെ പോലെ ആകുവിൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ വിപ്ലവകരമായ ഒരു ആശയമായിരുന്നു. ലോകത്തിൽ എല്ലാവരും പഠിപ്പിച്ചതിന് വിപരീതമായി യേശു ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട് കൊണ്ടുവരുന്നത് കാണാൻ കഴിയുകയാണ്. അവരെ എറിഞ്ഞു കൊല്ലുവാൻ കൈകളിൽ കല്ലുകൾ ഏന്തി കൊണ്ടുവന്ന ഒരു വലിയ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങളിൽ പാവമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറയുകയാണ്. കല്ലെറിയുവാൻ വേണ്ടി ഒരു വലിയ പുരുഷാരം കടന്നു വന്ന് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യേശു അവളോട് പറയുകയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലാൽ ഇനിയും അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാവം ചെയ്യരുത് എന്ന് പറയുകയാണ്. യേശു എന്താണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്? യേശുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൈകളിൽ കല്ലുകൾ ഏന്തിയിരിക്കുന്ന കരങ്ങളല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട്, അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒന്നാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ എറിയുന്ന കൈകളിൽ വഹിച്ചിരിക്കുന്ന കല്ലല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അതേപോലെ തന്നെ സഹോദര്യത്തിൻ്റെയും ഒന്നാണെന്ന് യേശു അതിലൂടെ വ്യക്തമാക്കുകയാണ്. ഇവിടെ യേശു എന്താണ് വ്യക്തമാക്കുന്നത്? ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ കൈകളിൽ കല്ലുകൾ ഏന്തിയിരിക്കുന്ന കൈകളല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. മറിച്ച് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടേണ്ട ഒന്നാണെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ കാലത്ത് ഉപവസിക്കുന്നവരുണ്ടായിരുന്നു. അവർ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവർ മറ്റുള്ളവർ വിളങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർ വിളങ്ങേണ്ടതിന് വേണ്ടി അവർ കൊടുക്കുമ്പോൾ, ഭിക്ഷ കൊടുക്കുമ്പോൾ അവർ കുഴലൂതുന്നു, മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടി ചെയ്യുമ്പോൾ യേശു അവരെ ശാസിക്കുകയാണ്. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ മറ്റാരും അറിയാതെ ചെയ്യണം, ഇടം കൈ കൊടുക്കുന്നു വലം കൈ അറിയരുത് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കിടന്ന് മറ്റൊരാളെ കാണിക്കുവാനല്ല, അറയിൽ കിടന്ന് നിങ്ങൾ രഹസ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കാണുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുതെന്ന് പറയുകയാണ്. ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ യേശു ജീവിച്ചിരുന്ന ചുറ്റുപാടുകളിൽ മനുഷ്യർ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് യേശു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവത്തിൻ്റെ ആശയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അടിമകളാണ് യജമാനന്മാരുടെ കാല് കഴിയുമ്പോൾ യേശു ഇതാ ശിഷ്യന്മാരുടെ കാല് കഴുകി യേശു അവിടെ മാതൃക കാണിക്കുകയാണ്. അതുമാത്രമല്ല, ശിഷ്യന്മാർക്കൊരു സന്ദേശം നൽകുകയാണ്. നിങ്ങൾ വലിയവരാകുവാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ചെറിയവരുടെ കാലുകൾ കഴുകുക, എങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ മനുഷ്യരാകുകയുള്ളൂ എന്ന് യേശു പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഈ സന്ദേശം സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. വലിയവർ വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് നോക്കുമ്പോൾ യേശു പറയുകയാണ്, യേശു നിങ്ങൾ ദാസന്മാരുടെ കാല് കഴുകുക, സാധാരണക്കാരുടെ കാല് കഴുകുക, അങ്ങനെ നിങ്ങൾക്ക് വലിയവരാകാമെന്ന് യേശു അതിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ പകയ്ക്കണമെന്നും നിങ്ങൾ കേട്ടിട്ടില്ലയോ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാരെ പകയ്ക്കണമെന്ന് റബിമാർ പഠിപ്പിച്ചപ്പോൾ, അവരുടെ പാരമ്പര്യം പഠിപ്പിച്ചപ്പോൾ യേശു പറയുകയാണ്, ശത്രുവിനെ പകയ്ക്കുകയല്ല ചെയ്യേണ്ടത്, ശത്രുവിനെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. ശത്രുവിനെ പകയ്ക്കുകയല്ല ചെയ്യേണ്ടത്, ശത്രുവിനെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. അതാണ് സ്നേഹത്തിൽ ഊന്നിയ യേശുവിൻ്റെ വിപ്ലവകരമായ ആശയമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, കൂട്ടുകാരെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ പകയ്ക്കണമെന്നും നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഇവിടെ നോക്കൂ,
എന്താണ് ഇവരെ യേശു പഠിപ്പിച്ചതാണോ ഇത്? ശത്രുവിനെ പായിക്കണമെന്നല്ല, മറിച്ച് അവരുടെ റബിമാർ പഠിപ്പിച്ചതാണ്. റബിമാർ പഠിപ്പിച്ചു, ശത്രുവിനെ പായിക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ യേശു പറയുകയാണ് ശത്രുവിനെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, സമൂഹം ഏറ്റവും കൂടുതൽ ചെറുത്തിരുന്ന വ്യക്തികൾ ഒരു ഗ്രൂപ്പായിരുന്നു കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ആരും വരത്തില്ല, കുഷ്ഠരോഗികളെ ആരും തൊടുകയില്ല. എന്നാൽ യേശു കുഷ്ഠരോഗികളെ തൊട്ടു, അവരെ സുഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 12 വർഷക്കാലം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ തൊങ്കലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുമ്പോൾ സമൂഹത്തിൽ എല്ലാവരും വെറുത്തിരുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നതിലൂടെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശുവിന് തൊട്ടുകൂടായ്മയില്ല എന്നുള്ളതാണ്. സമൂഹം സ്ത്രീകളെ മാറ്റി നിർത്തിയപ്പോൾ നമുക്കറിയാം യേശു സ്ത്രീകളെ ചേർത്ത് പിടിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒരു പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു, അവരുടെ പാപത്തെ യേശു ക്ഷമിച്ചു കൊടുക്കുകയാണ്, അവളെ ചേർത്ത് പിടിക്കുകയാണ്. യേശുവിൻ്റെ പുരുഷന്മാരായിട്ടുള്ള ശിഷ്യന്മാരെ നമ്മൾ കാണുമ്പോൾ തന്നെ യേശുവിനെ അനുഗമിച്ച ഒരു ചെറിയ ഗ്രൂപ്പ് സഹോദരിമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം വഹിച്ച മറിയയെ നമുക്ക് കാണാൻ കഴിയുന്നു. യേശു തന്നെ ആദ്യം വെളിപ്പെടുത്തിയത് ഒരു സ്ത്രീക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമില്ലാത്ത ഒരു സമൂഹത്തിൽ സ്ത്രീകളെ ചേർത്ത് നിർത്തിയ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. സമൂഹം വെറുത്ത കുഷ്ഠരോഗികളെയും രോഗികളെയും ചേർത്ത് പിടിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. സമൂഹം മാറ്റി നിർത്തിയ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ വ്യക്തികളെ ചേർത്ത് പിടിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. 2 കാശിട്ട വിധവയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നു, അവളെ എടുത്തു പറയുന്നതിൻ്റെ കാരണം ആ സ്ത്രീയെ, ഒരു ദരിദ്രയായ ഒരു സ്ത്രീയെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലെല്ലാം ഉപരിയായി സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. അവൻ ഒരു ടാക്സ് കളക്ടറായിരുന്നു, ഒരു ചുങ്കക്കാരനായിരുന്നു. സമൂഹം മുഴുവൻ, യഹൂദന്മാർ മുഴുവൻ ഒരു ചുങ്കക്കാരനെ വെറുത്തിരുന്നു. കാരണം അവരുടെ ഇടയിൽ നിന്ന് ടാക്സ് പിരിവ് നടത്തുന്ന ആ വ്യക്തിയെ അവർ വെറുത്തിരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു എന്ന് യേശു അവനെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പാപികളുടെ പാപം ക്ഷമിച്ചും വിധവമാരെ സ്നേഹിച്ചും അതേപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴിയുമെല്ലാം തൻ്റെ വിപ്ലവകരമായ ആശയങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ഒരു വലിയ വിപ്ലവകാരി എന്നുള്ളത് തൻ്റെ ആയുധങ്ങൾ കൊണ്ടല്ല, തൻ്റെ വിപ്ലവങ്ങൾ താൻ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. ജനഹൃദയങ്ങളെ ഇന്നും യേശുവിൻ്റെ ആശയങ്ങളിലൂടെ അവൻ മാറ്റുകയാണ്. അവൻ ഈ സമൂഹം മുഴുവൻ ആദ്യം നിൽക്കുന്ന മിടുക്കന്മാർക്ക് സ്ഥാനം നൽകുമ്പോൾ അവസാനം നിൽക്കുന്നവരെ ആദരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സന്ദേശം ഇവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ സമൂഹം, നാം ജീവിക്കുന്ന ഈ സമൂഹം ധനാഢ്യരെയും വിദ്യാഭ്യാസമുള്ളവരെയും നേതൃരംഗത്തുള്ളവരെയും ബലവാന്മാരെയും ഒക്കെ സൗന്ദര്യമുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ പുറം ജാതിക്കാരെയും ബലഹീനരെയും സംരക്ഷിക്കപ്പെടാത്തവരെയും കുഞ്ഞുങ്ങളെയും വിധവമാരെയും ഒക്കെ ചേർത്ത് പിടിക്കുകയാണ്. അതിനുള്ള ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരുടേതാണ് സ്വർഗ്ഗരാജ്യം എന്ന് പറഞ്ഞു. യേശു സാധാരണ മനുഷ്യർ പഠിപ്പിക്കുന്നതിന് വിപരീതമായി യേശു പഠിപ്പിച്ചു ദുഃഖിക്കുന്നവർക്കാണ്. അതേപോലെ തന്നെ ആത്മാവിൽ ദരിദ്രരായവരാണ്, സൗമ്യതയുള്ളവരാണ്, അവർക്കാണ് സ്വർഗ്ഗരാജ്യമെന്ന് യേശുവിടെ വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. നാം ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ, തള്ളപ്പെട്ടവർ, അങ്ങനെ സമൂഹത്തിൽ സ്ഥാനമില്ലാത്തവർ, മറ്റാരും സ്നേഹിക്കാത്തവർ, മറ്റെല്ലാവരും വെറുക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകിയത്. കർത്താവ് നൽകിയിരിക്കുന്ന ആശയങ്ങളെ മനസ്സിലാക്കി ഈ സമൂഹത്തിൽ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.